നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെയേറെ പ്രത്യേകതകൾ നിറഞ്ഞ അല്ലെങ്കിൽ അത്രമേൽ പ്രാധാന്യം നിറഞ്ഞ ഒരു ദിവസമാണ് കടന്നു വരാൻ പോകുന്നത്. വേറെ ഒന്നുമല്ല, മകരം 1. അതിന്റെ ആ ഒരു പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ഒരു പ്രത്യേകത മുൻനിർത്തി നോക്കുമ്പോൾ അന്ന് ചെയ്യാൻ പറ്റിയ ഏറ്റവും ശക്തിയുള്ള ഒരു പുഷ്പാഞ്ജലിയെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ എത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടും നിങ്ങൾക്കൊരു ഉയർച്ച ഉണ്ടാവുന്നില്ലേ? എത്രയൊക്കെ ബുദ്ധിമുട്ടിയിട്ടും എവിടെയും എത്തിച്ചേരാൻ സാധിക്കുന്നില്ലേ? അങ്ങനെയുള്ളവർക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു പുഷ്പാഞ്ജലിയാണ് ഇന്ന് ഞാൻ ഇവിടെ പറയുന്ന ഈ ഒരു പുഷ്പാഞ്ജലി. ഇത് നിങ്ങൾ കഴിപ്പിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിലെ വലിയ മാറ്റം തന്നെ നിങ്ങളെ തേടി വരുന്നതായിരിക്കും. ആ ഒരു കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. ജീവിതത്തിലെ ഒരുപാട് സ്വപ്നങ്ങൾ ഉള്ളവരായിരിക്കും നമ്മൾ ഓരോരുത്തരും. പക്ഷെ എന്തൊക്കെ ചെയ്തിട്ടും ആ സ്വപ്നങ്ങളിലേക്കൊന്നും എത്തിച്ചേരാൻ സാധിക്കാത്ത ഒരുപാട് ആളുകൾ നമുക്കിടയിൽ ഉണ്ടാകും. പലപ്പോഴും നമ്മുടെ ആഗ്രഹങ്ങൾക്കായിട്ട് നമ്മൾ എത്ര തന്നെ കഠിനമായിട്ട് പരിശ്രമിച്ചാലും ചില തടസ്സങ്ങൾ നമ്മളെ വിടാതെ പിന്തുടരാറുണ്ട്. ഈ പറഞ്ഞ തടസ്സങ്ങൾ ആ വ്യക്തി ചെന്നു തൊടുന്ന ഒട്ടുമിക്ക എല്ലാ മേഖലയിലും ആ വ്യക്തിയെ വിടാതെ പിന്തുടർന്നു കൊണ്ടിരിക്കുന്നതായിരിക്കും. എന്നാൽ അങ്ങനെയുള്ള തടസ്സങ്ങൾ അഥവാ ആ ദുരിതങ്ങൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അത് മാറാത്തത് എന്ന് മനസ്സിലാക്കാൻ നമ്മൾ എത്ര ശ്രമിച്ചാലും ശരി, ഒരു പിടിയും കിട്ടാറുമില്ല. ഈ പറഞ്ഞത് കുറച്ചുകൂടി കൃത്യമായിട്ട് പറഞ്ഞാൽ, എനിക്ക് എന്തൊക്കെയോ ബുദ്ധിമുട്ടുകളും അസ്വസ്ഥതയും സമാധാനക്കേടുമെല്ലാം ദിവസവുമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കാര്യവും ഞാൻ വിചാരിക്കുന്നത് പോലെ അങ്ങോട്ട് നടന്നു കിട്ടുന്നില്ല. ഇതാണ് ഒട്ടുമിക്ക ആളുകളുടെയും അവസ്ഥ. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ തടസ്സങ്ങളും നീക്കി ജീവിതത്തിൽ ഒരു വലിയ വഴിത്തിരിവുണ്ടാകാൻ സാധിക്കുന്ന അല്ലെങ്കിൽ സഹായിക്കുന്ന ഒരു പുഷ്പാഞ്ജലിയെ കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത്. അപ്പൊ നമുക്ക് ഏതാണ് ആ പുഷ്പാഞ്ജലി, എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യാം. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അതിവിശേഷമായിട്ടുള്ള ഒരു പുണ്യദിനമാണ് മകരം 1 എന്ന് പറയുന്നത്. ഈ പറഞ്ഞതുപോലെ എന്തുകൊണ്ടാണ് ഈ ഒരു പുഷ്പാഞ്ജലി ഈ മകരമാസം 1-ാം തീയതി തന്നെ നടത്തണം എന്ന് പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ, സൂര്യഭഗവാൻ ധനുരാശിയിൽ നിന്നും മകരം രാശിയിലേക്ക് സംക്രമിക്കുന്ന ആ ഒരു പുണ്യദിനമാണ് ഈ പറഞ്ഞ മകരമാസം 1-ാം തീയതി. മകരസംക്രമം എന്നാണ് പറയുന്നത്, അല്ലെ? ഈ പറഞ്ഞത് കുറച്ചുകൂടി കൃത്യമായിട്ട് പറഞ്ഞാല് ഉത്തരായന പുണ്യകാലത്തിന്റെ തുടക്കമാണ്. അതായത് ദക്ഷിണായനത്തിൽ നിന്നും ഉത്തരായനത്തിലേക്ക് ദേവന്മാർ ഉണരുന്ന കാലം എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടിലും ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയത്തിന്റെ തുടക്കമാണ് ഈ പറഞ്ഞ മകരമാസം 1-ാം തീയതി. അപ്പോൾ ഈ ഒരു ഒറ്റ കാരണത്താൽ ഈ ഒരു പുണ്യവേളയിൽ നമ്മൾ ചെയ്യുന്ന പ്രാർത്ഥനകൾക്കും വഴിപാടുകൾക്കും 10 മടങ്ങ് ഫലമായിരിക്കും ലഭിക്കുക. മാത്രവുമല്ല, ഈ പറഞ്ഞത് ആരുടെയെങ്കിലും അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഒന്ന് പറയാമോ എന്ന് ചോദിച്ചാൽ, ശബരിമലയിലേക്ക് ഒന്ന് നോക്കിയാൽ മതി. 1000-ഓ 10,000-ഓ അല്ല, ലക്ഷക്കണക്കിന് ഭക്തരാണ് മകരസംക്രമ സന്ധ്യയില്, അതും പൊന്നമ്പലമേട്ടിൽ തെളിയുന്ന ആ ഒരു മകരജ്യോതി കാണാനായിട്ട് കാത്തിരിക്കുന്നത്. ഇത് തന്നെയാണ് ഇതിനുള്ള ഏറ്റവും മികച്ച ഉദാഹരണമായിട്ട് ഇവിടെ ചൂണ്ടിക്കാണിക്കാനുള്ളത്. എന്നാൽ ഈ പറയുന്നത് പോലെ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള എല്ലാവർക്കും ആ സമയത്ത് ശബരിമലയിൽ എത്താനും സാധിക്കുകയില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് തങ്ങളുടെ വീടിനടുത്തുള്ള ക്ഷേത്രങ്ങളിൽ വെച്ച് ചെയ്യാവുന്നതും ജീവിതത്തിലെ സകല ദുരിതങ്ങളും നീക്കാൻ ശേഷിയുള്ളതുമായിട്ടുള്ള ആ ഒരു പ്രത്യേക പുഷ്പാഞ്ജലിയെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. ഇത് നിങ്ങൾക്ക് വീടിനടുത്തുള്ള ഏത് ക്ഷേത്രത്തിൽ വേണമെങ്കിലും കഴിപ്പിക്കാനായിട്ട് സാധിക്കും. എന്നാൽ ശാസ്താക്ഷേത്രത്തില് അവിടെ നടയിൽ നിന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ ഒരു പുഷ്പാഞ്ജലി നിങ്ങൾ അവിടെ ചീട്ടെടുത്ത് കഴിപ്പിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്നും ഇരട്ടി ഫലമായിരിക്കും ലഭിക്കുക. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. മകരം 1-ന് നിങ്ങൾ ഈ പുഷ്പാഞ്ജലി ചെയ്താൽ പുറത്തു പറയാൻ പോലും പറ്റാത്ത അത്ര വലിയ മാനസിക വിഷമങ്ങളും സാമ്പത്തിക പ്രതിസന്ധികളും കുടുംബത്തിലെ കലഹങ്ങളും നിങ്ങൾക്കുണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടാൻ ഇതിനേക്കാൾ വലിയ ഒരു ഒറ്റമൂലി വേറെ ഇല്ല എന്ന് തന്നെ പറയാൻ സാധിക്കും. ഇത് പ്രത്യേകിച്ചും ഈ നവഗ്രഹ ദോഷങ്ങൾ കൊണ്ട് വലയുന്നവർക്കും അതുപോലെ തന്നെ 7ര ശനി, അഷ്ടമശനി, കണ്ടകശനി ദോഷങ്ങൾ ഓൾറെഡി നിലനിൽക്കുന്നവർക്കും ഇത് വലിയൊരു അനുഗ്രഹമായിരിക്കും. ആ ഒരു കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. ഇനി നമുക്ക് ഈ ഒരു പുഷ്പാഞ്ജലി ഏതാണെന്നും ഇത് എങ്ങനെയാണ് നടത്തേണ്ടതെന്നുമെല്ലാം കൃത്യമായിട്ട് പരിശോധിക്കാം. മകരമാസം 1, സൂര്യഭഗവാൻ ധനുരാശിയിൽ നിന്നും മകരം രാശിയിലേക്ക് സംക്രമിക്കുന്ന പുണ്യദിനം. ഉത്തരായന പുണ്യകാലത്തിന്റെ തുടക്കം, അത് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു.
ഭാരതീയ വിശ്വാസമനുസരിച്ച് ദേവന്മാർ ഉണരുന്ന കാലമാണിത്. അതുകൊണ്ട് തന്നെ ഈ ദിവസം നമ്മൾ ചെയ്യുന്ന ഓരോ വഴിപാടുകൾക്കും പ്രാർത്ഥനകൾക്കും 10 മടങ്ങ് ഫലമുണ്ടാകുമെന്നാണ് ശാസ്ത്രം പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ എത്ര പരിശ്രമിച്ചിട്ടും മാറ്റം വരാത്ത ദുരിതങ്ങൾ അനുഭവിക്കുന്നുണ്ടോ? സാമ്പത്തികമായിട്ട് വലിയ പ്രതിസന്ധികൾ നേരിടുന്നുണ്ടോ? എങ്കിലും മകരം 1 നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട അതിവിശേഷമായിട്ടുള്ള ഒരു പൂജയെക്കുറിച്ചും വഴിപാടിനെ കുറിച്ചും പറഞ്ഞു തരാം. മകരമാസം ശബരിമല അയ്യപ്പസ്വാമിയുടെ മാസമാണ്. സൂര്യൻ മകരം രാശിയിലേക്ക് കടക്കുമ്പോഴാണ് ശബരിമലയിൽ മകരജ്യോതി തെളിയുന്നത്. ഈ സംക്രമവേളയിൽ നിങ്ങളുടെ വീടിനടുത്തുള്ള ക്ഷേത്രത്തിൽ നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് നീരാഞ്ജന പുഷ്പാഞ്ജലി അല്ലെങ്കിൽ നവഗ്രഹ പുഷ്പാഞ്ജലിയാണ്. പറയാൻ കാരണം നവഗ്രഹ പുഷ്പാഞ്ജലിയിൽ നവഗ്രഹനാഥന്മാരും ഉൾപ്പെടും. പ്രത്യേകിച്ചും ഇവിടെ ധർമ്മശാസ്താവ് എന്ന് പറയുന്നത് നവഗ്രഹങ്ങളിലും ഏറ്റവും ശക്തിമാനായ ശനി ഭഗവാന്റെ ദോഷം തീർക്കാൻ കഴിവുള്ള ഭഗവാനാണ്. ഈ കാരണത്താൽ തന്നെ ശനിദോഷം കൊണ്ട് വലയുന്നവർക്കും കണ്ടകശനി അല്ലെങ്കിൽ അഷ്ടമശനി, 7ര ശനി എന്നീ കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നവർക്കും ജീവിതത്തിൽ രക്ഷപ്പെടാൻ ഇതിലും വലിയ ഒരു അവസരം വേറെയില്ല. ഈ പുഷ്പാഞ്ജലി മകരം 1 ചെയ്യണം എന്ന് പറയാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. സൂര്യന്റെ പുത്രനാണ് ശനി ഭഗവാൻ. മകരം രാശി ശനിയുടെ സ്വന്തം രാശിയാണ്. അതുകൊണ്ട് തന്നെ പിതാവായ സൂര്യൻ മകനായ ശനിയുടെ വീട്ടിലേക്ക് എത്തുന്ന ഈ ദിവസത്തെയാണ് മകരസംക്രമം എന്ന് വിളിക്കുന്നത്. ഈ സമയം അയ്യപ്പസ്വാമിയെ ധ്യാനിച്ച് പൂജകൾ ചെയ്യുന്നത് വഴി നവഗ്രഹ ദോഷങ്ങൾ മുഴുവനായും മാറുകയും ജീവിതത്തില് ഐശ്വര്യം വരികയും ചെയ്യും. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വഴിപാട് അഘോര പുഷ്പാഞ്ജലിയാണ്. പുറത്തു പറയാൻ പറ്റാത്ത ദുരിതങ്ങൾ എന്ന് നമ്മൾ സൂചിപ്പിച്ചത് ശത്രുദോഷം, കണ്ണേറ്, കുടുംബത്തിലെ വിട്ടുമാറാത്ത രോഗങ്ങൾ എന്നിവയെയാണ്. മഹാദേവന്റെ അതിശക്തമായിട്ടുള്ള രൂപമാണ് അഘോരമൂർത്തി. മകരം 1 പുണ്യവേളയിൽ ഈ പുഷ്പാഞ്ജലി കഴിപ്പിക്കുന്നത് വഴി ഏത് കഠിനമായ ദോഷങ്ങളും ഭസ്മമായി പോകും എന്നാണ് വിശ്വാസം. ഇനി ഈ ദിവസം വീട്ടിൽ നിങ്ങൾ ചെയ്യേണ്ട ചില ലളിതമായിട്ടുള്ള കാര്യങ്ങൾ കൂടിയുണ്ട്. മകരം 1-ാം തീയതി പുലർച്ചെ എഴുന്നേറ്റ്, സാധിക്കുന്നവര് ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ എഴുന്നേറ്റ് കുളിച്ച് ശരീരശുദ്ധി വരുത്തി വീട്ടില് 5 തിരിയിട്ട് ഭദ്രദീപം തെളിയിക്കുക. ഏറ്റവും ശ്രേഷ്ഠമാണ്. അതോടൊപ്പം തന്നെ സൂര്യോദയ സമയത്ത് സൂര്യഭഗവാനെ നോക്കി ആദിത്യ ഹൃദയം ജപിക്കുന്നത് തൊഴിലിലും ബിസിനസ്സിലും വലിയ പുരോഗതി കൊണ്ടുവരും. കയ്പും മധുരവും കലർന്ന ഭക്ഷണങ്ങൾ ഈ ദിവസം കഴിക്കുന്നത് പ്രകൃതിയുമായുള്ള നമ്മുടെ ബന്ധത്തെ ഊട്ടിയുറപ്പിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ ആശങ്കയുള്ള അമ്മമാർ ശ്രദ്ധിക്കുക. മക്കളുടെ പേരില് ഈ ദിവസം അയ്യപ്പസ്വാമിക്ക് നെയ്വിളക്ക് തെളിയിക്കുന്നതും വെണ്ണ നിവേദ്യമായിട്ട് നൽകുന്നതും അവരുടെ ബുദ്ധിവികാസത്തിനും വിദ്യാഭ്യാസ വിജയത്തിനും ഉത്തമമാണ്. മകരം 1-ാം തീയതി മുതൽ തുടങ്ങുന്ന ഉത്തരായന കാലം ഐശ്വര്യത്തിന്റെ കാലമാണ്. ഇത് പാഴാക്കി കളയരുത്. ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. വരി നിൽക്കുമ്പോൾ വെറുതെ സംസാരിക്കാതെ സ്വാമിയെ ശരണമയ്യപ്പ എന്ന മന്ത്രമോ അല്ലെങ്കിൽ ഓം നമശിവായ എന്ന മന്ത്രമോ മനസ്സിനുള്ളിൽ ഉരുവിട്ടുകൊണ്ടേയിരിക്കുക. മന്ത്രജപത്തോടെ ചെയ്യുന്ന വഴിപാടുകൾക്ക് മാത്രമേ പൂർണ്ണമായിട്ടുള്ള ഫലം ലഭിക്കുകയുള്ളൂ. പലരും ചോദിക്കാറുണ്ട്, ഞങ്ങൾക്ക് ശനിദോഷമൊന്നും ഇല്ലല്ലോ, പിന്നെ എന്തിനാണ് അയ്യപ്പസ്വാമിക്ക് വഴിപാട് കഴിക്കുന്നത് എന്ന്. അയ്യപ്പൻ എന്നാൽ ധർമ്മശാസ്താവാണ്, ധർമ്മം കാക്കുന്ന ദൈവമാണ്. ശനിദോഷമുള്ളവർക്ക് മാത്രമല്ല, ജീവിതത്തിലെ സമാധാനവും ഐശ്വര്യവും ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ശാസ്താപ്രീതി അനിവാര്യമാണ്. മകരം 1 ക്ഷേത്രത്തിലെ എള്ളുതിരി കത്തിക്കുന്നതും കറുത്ത മുണ്ട് സമർപ്പിക്കുന്നതും നിങ്ങളുടെ മുൻജന്മ പാപങ്ങൾ പോലും നീക്കാൻ സഹായിക്കും. അപ്പോൾ ഈ കാര്യങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക. ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. സാധിക്കുന്ന എല്ലാവരും ഇനി നിങ്ങൾക്ക് വഴിപാടുകൾ ചെയ്യാൻ സാധിച്ചില്ല എങ്കിലും ക്ഷേത്ര ദർശനം നടത്താനായിട്ട് ശ്രമിക്കുക. അത്രമേൽ പുണ്യകരമായിട്ടുള്ള ഒരു ദിവസമാണ്. ആ ഒരു പുണ്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം നിലനിൽക്കാനായിട്ട് ഭഗവാനെ നന്നായി പ്രാർത്ഥിക്കുക. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെ കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ്. നന്ദി.